ഹായ്, വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മുടെ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏറ്റവും ആദ്യം കംപ്ലൈന്റ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററി തന്നെയാണ്. നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ചാർജ് കയറാത്ത പ്രശ്നം വരിക, അല്ലെങ്കിൽ ചാർജ് കയറിയാൽ തന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോ, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് പലരും നേരിടുന്നത്. ഏറ്റവും കൂടുതൽ മൊബൈൽ ഷോപ്പിൽ കംപ്ലൈന്റ് വരുന്നത് ബാറ്ററിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ബാറ്ററി നമുക്ക് പുതിയതായിട്ട് മാറ്റേണ്ടി വരും. ബാറ്ററിക്ക് അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്ന 2-3 സെറ്റിംഗ്സുകളുണ്ട്. അതൊന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് വളരെയധികം നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. അത് എന്തൊക്കെയാണ് ചെറിയ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഏറ്റവും കാലത്തേക്ക് നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാം നമ്മുടെ ഫോണിന്റെ ബാറ്ററിയുടെ ആ ഒരു ചാർജിങ് പോയിന്റ് ഇവിടെ കാണിക്കേണ്ട സ്റ്റാറ്റസ് ബാറിൽ അല്ലേ. അത് നമുക്ക് പെട്ടെന്ന് ബാറ്ററി കേടാവാതിരിക്കാൻ നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ ഫുള്ള് ആയിട്ട് കാണുക, കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു വെക്കുക. ഇവിടെ നമുക്ക് സെറ്റിംഗ്സിൽ നമുക്ക് ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ ബാറ്ററി എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 2-3 സെറ്റിംഗ്സ് ചെയ്തു വെച്ചാൽ നമുക്ക് മാക്സിമം നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ പറ്റും. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ചാർജിങ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ കൃത്യമായിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, ടു സ്ലോ ഡൗൺ ബാറ്ററി ഏജിങ്. ബാറ്ററി പെട്ടെന്ന് കേടായി പോകുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബാറ്ററിയുടെ പെർസെന്റേജ് ലെവൽ ഒരു 80 വരുന്നത് വരെ ചാർജ് ചെയ്യാം. പക്ഷെ നമ്മൾ എപ്പോഴും ഫുള്ള് ചാർജ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 80 ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ഇതൊന്ന് ഡിസേബിൾ ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു 80ലേക്കാണ് എത്തുക. അത് നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയും. ഇതിന്റെയൊക്കെ ടെക്നീഷ്യന്മാർ തന്നെ പറയുന്നുണ്ട് 80% ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ കൂടി ചെയ്തു വെക്കാനുള്ളത് ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് മാത്രമല്ല, നമ്മുടെ ഫോണിൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചാർജ് നിൽക്കാനും ഒരു ഉപകാരമാണ്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഞാൻ എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഓരോ ആപ്ലിക്കേഷനും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓട്ടോ ഒപ്റ്റിമൈസ് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ്, നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫും കൂടും, അതുപോലെ തന്നെ ബാറ്ററി ചാർജും കൂടുതൽ നിൽക്കും. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ പവർ സേവിംഗ് മോഡ്. ഈ പവർ സേവിംഗ് മോഡ് നിങ്ങൾ എപ്പോഴും ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. പവർ സേവിംഗ് മോഡ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പവർ ഫുള്ള് ചാർജ് ചെയ്താൽ ഒരു 80 ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 80 ചാർജിലേക്ക് ഫുൾ ആവാൻ മാക്സിമം ടൈം കിട്ടും. നല്ലപോലെ നമുക്ക് ബാറ്ററി ലാഭിക്കാനും പറ്റും അതുവഴി. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് പവർ സേവിംഗ് മോഡ് വെൻ ബാറ്ററി ഈസ് ചാർജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി താഴെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 80-90ലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി ചാർജ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ അവിടെ നമുക്ക് വാർണിംഗ് മെസ്സേജ് ആയിട്ട് വരാനും അത് ഉപകാരമാണ്. പിന്നെ ടേൺ ഓൺ അറ്റ് സ്പെസിഫൈഡ് ബാറ്ററി ലെവൽ. പിന്നെ നമുക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓൺ ആയി കിടക്കണം നമ്മുടെ ബാറ്ററി ലെവല് ഏകദേശം ഒരു 20% എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ചാർജ് ചെയ്യാൻ വേണ്ടി പറയുന്ന രീതിയിൽ നമുക്ക് വരാനും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ബാറ്ററി ലെവൽ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. അതായത് ബാറ്ററി ചാർജ് ചെയ്യുന്ന ലെവൽ എപ്പോഴും ഒരു 20 മുതൽ 80% ഉള്ളിലാക്കി വെക്കുക എന്നുള്ള അർത്ഥം. എല്ലാവരും ചെയ്തു